ഹലോ, ഹുവാവെ പുതിയൊരു ഫോൺ ഇറക്കി. ആ ഫോൺ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. മറ്റേ ആ ഒരു പൊങ്ങി വരുന്ന ലെൻസൊക്കെ ഉള്ള ഒരു ഡിവൈസ്. ഹുവായിനെ വിളിക്കുന്നത് ഹുവായി പ്യൂറ 70 അൾട്ര എന്നാണ്. അപ്പം ഈ പ്യൂറ 70 സീരീസിൽ 3 ഡിവൈസസ് ആണ് വന്നിട്ടുള്ളത്. പ്യൂറ 70, പ്യൂറ 70 പ്രോ, പ്യൂറ 70 അൾട്ര. ഈ ഒരു ഫോണിൽ എല്ലാ ഫീച്ചേഴ്സും സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് മാത്രം മിസ്സിംഗ് ആണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഗൂഗിൾ സപ്പോർട്ട്. ഈ ഒരു ഡിവൈസിന് ഗൂഗിളിന്റെ സപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബ്, പ്ലേ സ്റ്റോർ അതുപോലത്തെ ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് അതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് പ്ലേ സ്റ്റോർ ഉണ്ടാവില്ല. ഇതില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഫോണിന്റെ ഒരു എന്താ പറയുക 90% വാല്യൂ തന്നെ ഇല്ലാണ്ടാവുകയാണ്. ആ ഒരു റിട്രാക്റ്റബിൾ ലെൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ക്യാമറ അടിപൊളിയാണ്. പിന്നെ വേരിയബിൾ അപ്പറേച്ചർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെട്ടെന്നായിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ക്വിക്ക് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിലും ഈ ഒരു ഫോട്ടോസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ നല്ല ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ അതിന്റെ ആ ഒരു സ്റ്റോറി പോയി നല്ലൊരു ആപ്പ് തപ്പിക്കഴിഞ്ഞാൽ നല്ലൊരു ആപ്പ് നമുക്ക് അതിന്റെ സ്റ്റോറിന്ന് ഹുവാവെ സ്റ്റോറിന്ന് കിട്ടില്ല. അതിനകത്ത് വന്നിരിക്കുന്ന ആപ്ലിക്കേഷന്റെ കളക്ഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആ ഒരു സ്റ്റോറിന്ന് നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻസിന്റെ ക്വാളിറ്റിയിലും വലിയ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. ഹുവായുടെ പണ്ടത്തെ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഹുവയിൽ സ്നാപ്ഡ്രാഗനോ മീഡിയടെക്കും കാര്യങ്ങളൊന്നും അല്ല വരാ. ഹുവായുടേതായിട്ടുള്ള പ്രോസസ്സർ കിറിൻ എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരാം. പിന്നെ ഹുവായുടെ കാര്യം അറിയാം, ഇന്ത്യയിൽ ഇപ്പൊ നമുക്ക് ഡിവൈസസ് ഒന്നും ആരും ഇറക്കുന്നില്ല, ഇറക്കാനും പോകുന്നുമില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ഡിവൈസ് ഹൈപ്പ് വരാനുള്ള കാരണം അതിന്റെ ആ റിട്രാക്റ്റബിൾ ലെൻസ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, അതായത് അതിനകത്തൊരു ഹുവാവെ സ്റ്റോർ ഉണ്ട്. ആ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ഒക്കെ നമുക്ക് ബെഞ്ച് മാർക്ക് ഒക്കെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനോ നല്ല നല്ല ഗെയിംസ് പോലും ഇല്ല അതിന്റെ പെർഫോമൻസ് ഫുൾ പൊട്ടൻഷ്യൽ അറിയാനായിട്ട്. ഗൂഗിളിന്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവര് കഷ്ടപ്പെടുന്നുണ്ട് ഇവരുടെ ആ ഒരു ഫോൺ എന്താ പറയാ എല്ലാവരിലേക്ക് എത്തിക്കാൻ. ഇപ്പൊ ഗ്ലോബൽ മാർക്കറ്റിൽ ഇത് ലോഞ്ച് ആയിട്ട് കുറച്ച് ദിവസമായി എങ്കിലും ആൾക്കാർ ഇപ്പോഴും ആ ഒരു ഹൈപ്പിന്റെ പേരിൽ ഫോൺ വാങ്ങി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. നമുക്ക് നല്ല ഹാർഡ്വെയറും കാര്യങ്ങളും ഉണ്ടായാൽ മാത്രം പോരാ, അതിന് ഒത്ത ആ ഒരു സോഫ്റ്റ്വെയർസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ഫോൺ ഉപയോഗിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴത്തെ ആ ഒരു പ്യൂറ 70 അൾട്രയ്ക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ റിട്രാക്റ്റബിൾ ലെൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടി പുതിയ ഐറ്റം ഒന്നുമല്ല. ഓൾറെഡി ടെക്നോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്തിട്ടുള്ളതാണ്. ടെക്നോ ഫാൻറ്റം X2 Pro അവർ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. വലിയ രീതിയിലുള്ള ഹൈപ്പ് ഒന്നും വന്നില്ല. ഇപ്പൊ സ്പെക്കിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കിറിൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ് യൂസ് ചെയ്യുക, ഹുവാവയുടെ തന്നെ. ഇതിനകത്ത് കിറിന്റെ 9010 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 7 നാനോമീറ്റർ വരുന്ന ഒരു പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓൺലൈനിലൊക്കെ നോക്കി കഴിയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 888 ആ ഒരു പെർഫോമൻസ് ഒക്കെ തന്നെയാണ് ഈ ഒരു കിറിൻ 9010 വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ക്യാമറയുടെ കാര്യം പറയുവാണെങ്കിൽ തന്നെ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലാഷിംഗ് ലെവൽ ക്യാമറ സെറ്റപ്പ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഒരു ഫോട്ടോഗ്രാഫി, ഒരു DSLR ലെവൽ ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഫോട്ടോ എടുക്കാൻ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം വേരിയബിൾ അപ്പർച്ചർ ഉള്ളതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ആ ഒരു മോഷൻസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ ഈ ക്യാമറയ്ക്ക് പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും. പിന്നെ ഈ ഒരു ഫോണിന്റെ ആ ഒരു മാർക്കറ്റിംഗ്, മറ്റേ ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റിന്റെ ക്യാമറ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന എന്നൊരു ഇതിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറ്റം പറയാനൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, സാംസങ്ങിനേക്കാളും നല്ല ക്യാമറയും ഐഫോണിനേക്കാളും നല്ല ക്യാമറ സെറ്റപ്പ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ. വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്ര പ്രതീക്ഷയൊന്നും വേണ്ട. സാംസങ്ങും ഐഫോണും തന്നെയൊക്കെയാണ് ഏറ്റവും നല്ല വീഡിയോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുക. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ കുറേയധികം സെറ്റിംഗ്സ്, അഡീഷണൽ ആയിട്ടുള്ള കുറേയധികം സംഭവങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ടും ഒരു ഫോട്ടോ വിവോ X100 ഒക്കെ ഇറക്കില്ലേ, അതേപോലത്തെ ഒരു ഫോണാണ്, ഒരു ക്യാമറ സെൻട്രിക് ഫോൺ തന്നെയാണ് ഈ ഒരു ഹുവായുടെ പ്യൂറ 70 അൾട്ര. അപ്പൊ അത്രേ ഉള്ളൂ പറയാൻ ഈ ഫോണിൽ. വലിയ ഹൈപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയെടുത്തു ഈ ഫോണിനെ പറ്റി. ഈ ഫോൺ അത്യാവശ്യം നല്ല ഹൈപ്പിലാണ്. ഏതോ ദുബായിലെ ഷെയ്ഖിന്റെ കയ്യിൽ ഈ ഫോട്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ചുപേര് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ടായിരുന്നു. അപ്പം കാര്യത്തോടെ എടുക്കുമ്പോഴാണ് ഇതിന്റെ ഏകദേശത്തെ ആ ഒരു കാര്യം മനസ്സിലായത്. ജസ്റ്റ് ക്യാമറ സെറ്റപ്പ്, അതായത് ഒരു വേൾഡ് ക്ലാസ് ക്യാമറ കൊടുത്തിട്ടുണ്ട്, നല്ല ഹാർഡ്വെയർ, അതിനൊക്കെ പ്രോസസ്സർ കൊടുത്തിട്ടില്ലെന്ന് പറയാം. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ ഒരു ശരാശരിയോ ആൻഡ്രോയിഡ് യൂസറിന് ആ ഒരു ഫോൺ ഒരു ഉപകാരിയല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഇപ്പം അത് ആ ഒരു സ്റ്റോറി, അവരുടെ തന്നെ സ്റ്റോറിൽ നിന്ന് കുറേ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് ആ ഒരു എക്സ്പീരിയൻസിന് പകരം കുറേ ആഡ്സ് ആണ് വരാം. വൻ വിഷയമാണ് ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയുള്ളൂ ഈ ഒരു 70 പ്യൂർ അൾട്രയെ പറ്റി പറയാനായിട്ട്. ക്യാമറ നല്ല ക്യാമറ, പ്രോപ്പർ ക്യാമറ, ഫ്ലാഷിപ്പ് ക്യാമറ, അത്രേ ഉള്ളൂ. വേറെ വലിയ ഹൈപ്പിനുള്ളതൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഓക്കെ.